എൻ്റെ മോൾക്ക് ഇന്ന് കോളേജിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നേ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തെങ്കിലും സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ട് റവത്തരിയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അതുപോലെ സാരി ഉടുത്തുകൊണ്ട് പോകുന്ന കാരണം അധികം ഫുഡ് കഴിക്കത്തുമില്ല. അപ്പോൾ ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളിയില്ലേ അത് നമ്മൾ കുരുകുരാന്ന് അരിഞ്ഞിടുക. ഞാൻ ഇച്ചിരി വലുതാക്കിയാണ് അരിഞ്ഞത്, എനിക്ക് സ്പീഡ് ഞാൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെറുതാക്കി കുരുകുരാന്നിട്ടാൽ അതിൻ്റെ ടേസ്റ്റും അത് പെട്ടെന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. നല്ലതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് പാല് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് പാല് ചേർക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് പെട്ടെന്ന് കട്ടയായിട്ട് വരും. അപ്പം പാല് വറ്റിപ്പോകുമല്ലോ പെട്ടെന്ന്. എന്നിട്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അല്പം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് തിളച്ചിങ്ങനെ വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമുക്ക് റവ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ലൂസ് റവ ഞാൻ തന്നെ വറുത്ത് നമ്മൾ വീട്ടിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ലൂസ് റവ വറുത്ത് വെച്ചാണ്ടല്ലോ, വറുത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ്. അത് ഞാനൊരു 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ എത്രമാത്രം പാലെടുക്കുന്നു അതനുസരിച്ച് നമുക്ക് റവ ചേർത്താലേ ശരിയാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുക. നമ്മുടെ കൈ എടുക്കല്ലേ, അത് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇളക്കുന്നത്. നന്നായിട്ട് ഇളക്കി അതിനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അത് കുറുകി നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നട്ട്സോ ബദാമോ മുന്തിരിങ്ങയൊക്കെ പൊടിച്ച് ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് കൊടുക്കാവുന്നതാണ്.